നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ എങ്ങനെ നാട്ടിലേക്ക് പോവും? എന്നെ ആര് നാട്ടിൽ എത്തിക്കും? നിന്റെ നാട്ടിലേക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഒരു 50-60 കിലോമീറ്റർ ഉണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ എന്റെ ഫ്രണ്ട്സിനെ ഒന്ന് വിളിക്കട്ടെ. അവര് വണ്ടിയുമായിട്ട് വരും. നിന്നെ ഞങ്ങള് സേഫ് ആയിട്ട് നിന്റെ നാട്ടിലെത്തിക്കാം. എന്നാ വേഗം അവരെ വിളിക്കേ. നിങ്ങളുടെ വാഹനത്തിലാകുമ്പോ എനിക്ക് സേഫ് ആയിട്ട് പോവല്ലോ. വേഗം വിളിക്കേ. നിന്റെ പ്രശ്നം അറിയുമ്പോ എന്റെ ഫ്രണ്ട്സ് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും വിളിച്ചു നോക്കാം. കോള് പോകുന്നില്ലല്ലോ. അതെന്താ കോള് പോവാത്തെ? അറിയില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഒരു കോളും പോകുന്നില്ല. ഇവിടെ എനിക്കിങ്ങനെ അധികം നിൽക്കാനാവില്ല. ആരെങ്കിലും കണ്ട പ്രശ്നമാവും. എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് മാറേണ്ടി വരും. ഇത് നീ എന്നോട് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? നിന്റെ സുരക്ഷ നീയല്ലേ നോക്കേണ്ടേ? വിശ്വസ്തരായ ആരെങ്കിലും സഹായിക്കാതെ എനിക്ക് നാട്ടിലെത്താനാവില്ല. മറ്റാരെങ്കിലായ ചതി പറ്റിയാലോ? എന്നെ പോലീസ് പിടിച്ചാ തനിക്ക് ഫ്രണ്ട്സിനോ കുഴപ്പം? അല്ല, നീ എന്തിനാ എപ്പോഴെപ്പോഴും ഈ കാര്യം തന്നെ പറയുന്നേ? നിന്നെ സുരക്ഷിതമായിട്ട് നാട്ടിലെത്തിക്കേണ്ട ചുമതല എന്റെ ഫ്രണ്ട്സിന്റെ ആണെന്ന് ഓർമ്മിപ്പിക്കുവാണോ? എനിക്കിവിടെ വിശ്വസിക്കാൻ കഴിയുന്ന ആൾക്കാര് താനും ഫ്രണ്ട്സും ആണെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. കോളും പോകുന്നില്ല. താൻ എനിക്കൊരു ഉപകാരം ചെയ്യാവോ? ഞാൻ എന്ത് ചെയ്യാനാ? തന്റെ സ്കൂട്ടറിൽ എന്നെ ഒന്ന് നാട്ടിലെത്തിക്കാവോ? ഞാൻ നിന്നെ നാട്ടിലെത്തിക്കാനോ? 50-60 കിലോമീറ്റർ 2 വീലറിൽ പോവാനോ? അതൊന്നും നടക്കൂല. സ്കൂട്ടറിലാവുമ്പോ എനിക്ക് ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യാലോ. അപ്പൊ അതാരും ശ്രദ്ധിക്കയില്ല. അതൊന്നും ശരിയാവില്ല. വൃന്ദ, നീ എന്തിനാ കരയുന്നേ? വൃന്ദ, പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തിക്കേ. പ്ലീസ് വൃന്ദ, അല്ലെങ്കിൽ ഞാൻ പോലീസിന്റെ പിടിയിലാവും. അതും അല്ലെങ്കിൽ ആ ഗുണ്ടകളുടെ കത്തി മുന്നിൽ ഞാൻ തീരും. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കേ. ആരോ നിന്നെ കൊണ്ടുള്ള 2 വീലർ യാത്ര റിസ്കാ. വൃന്ദ, പ്ലീസ്, ഈ സമയത്ത് നീ അല്ലാതെ വേറെ ആരും എന്നെ സഹായിക്കാനില്ല. തന്റെ ഫ്രണ്ട്സിനെ വിളിക്കാൻ പറ്റുന്നില്ലല്ലോ. ഒരു 2 മണിക്കൂർ മതിയോ അവിടെ എത്താൻ? നിനക്ക് പെട്ടെന്ന് തിരിച്ചു വരാനും പറ്റും. വൃന്ദ, പ്ലീസ് എന്നൊന്ന് സഹായിക്കേ. പ്ലീസ്. ശരി, തനിക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം. ആരാ? ആരോ വിഷമിക്കണ്ട. നിന്നെ ഞാൻ നാട്ടിലെത്തിക്കാം. വാ, വന്ന് വണ്ടി കയറ്. വൃന്ദ എപ്പോഴാ പോയെ? വൃന്ദ എപ്പോഴാ പോയെ? എപ്പോഴാ പോയെന്ന് ഓർക്കുന്നില്ല. അമ്പലത്തിൽ പോകുന്നേരം അവൾ എന്തോ പറഞ്ഞിട്ട് പോയി. നല്ല ഉറക്കത്തിലായതുകൊണ്ട് ഞാൻ കേട്ടില്ല. എന്നോട് എന്തോ പറഞ്ഞു. ഉറക്കത്തിലായോണ്ട് വ്യക്തമായില്ല. അതുപോലെ രാവിലെ ഉറക്കം എഴുന്നേറ്റ് പല്ലൊന്നും തേക്കാതെ ബിസ്ക്കറ്റ് തിന്നരുതെന്ന് വല്ലതായിരിക്കും പറഞ്ഞത്.
പൊടി വെള്ളപ്പക്കി രാവിലെ എന്റെ മൂട് കളഞ്ഞുണ്ടല്ലോ. ഓഹോ, മൂട് കളഞ്ഞ നീ എന്ത് ചെയ്യോടി?